ക്ഷേത്രകാര്യങ്ങളിൽ എന്തോ വീഴ്ച വന്നിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. അത് പൂജാരിയും കഴുകക്കാരും തമ്മിലുള്ള എന്തോ പ്രശ്നമാണ്. ദേവിയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടവർ തമ്മിൽ വലിപ്പച്ചെറുപ്പത്തിന്റെ പേരിൽ സംസാരമോ? കാര്യം എന്താണെന്ന് ചോദിച്ച് പരിഹരിക്കാൻ ശ്രമിച്ചില്ലേ? അത് പിന്നെ ദേവീകാര്യമായതുകൊണ്ട് തമ്പുരാട്ടി നേരിട്ടായിക്കോട്ടെ എന്ന് കരുതി. വേണ്ട, അതിനൊരു ചോദ്യത്തിനും പറച്ചിലിനും ഞാനില്ല. വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് കേശവൻ തന്നെ ചെയ്യുക. പൂജാരിയും കഴുകക്കാരനും തമ്മിലുള്ള പ്രശ്നം ഒരു പരിഹാസത്തിനിടയാവരുത്. ആയിക്കോട്ടെ. അവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ ദേശത്തെ പ്രധാനികളെ വിളിച്ചുകൂട്ടു, അവർ സംസാരിക്കട്ടെ. എല്ലാം തമ്പുരാട്ടിയുടെ തീരുമാനം പോലെ. ഇന്ന് പുറംപണിക്കാർ എത്ര പേരുണ്ട്? 60ഓളം പേര് കാണും. തേങ്ങയുടെയും അടക്കയുടെയും കണക്കുകളിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് മക്കളെന്നോട് സൂചിപ്പിച്ചു. അതൊരു കൈപ്പിഴ പറ്റിയതാണ്. കൈപ്പിഴ പറ്റുന്നവർ ഈ ജോലിക്ക് യോഗ്യരല്ല. അതറിയില്ലേ കേശവന്? അതറിയാം. ഞാൻ കാലങ്ങളായി ഇവിടെ. കേശവ, വർഷങ്ങളുടെ പാരമ്പര്യം പറയേണ്ടത് വീഴ്ചകൾ സംഭവിക്കുമ്പോഴല്ല, കാലപ്പഴക്കം ഏറെയുണ്ടെങ്കിൽ കഴിവ് തെളിയിക്കുക വേണ്ടത്. കേശവൻ പൊയ്ക്കോളൂ. കേശവ, അടയ്ക്കാത്തോട്ടത്തിലെ കണക്കുകളൊക്കെ കൃത്യമല്ലേ? ആ ചാരുപറമ്പിലെ കുരുമുളകും ഏലവും ഇതുവരെ അങ്ങാടിയിൽ കൊടുത്തില്ലേ? അല്ല, ഏതോ ചിലര് അഭയാന്വേഷിച്ചു വന്നിരുന്നു അറിഞ്ഞു. എന്നിട്ടെന്താ എന്നോട് ഇതുവരെ പറയാതിരുന്നേ? മാപ്പ്. എന്തൊരു തേജസ് എന്റെ മുത്തശ്ശിക്ക്! സത്യം പറഞ്ഞ മഹാറാണി നേരിട്ട് കൽപ്പിക്കുന്നത് പോലെ ഉണ്ടോ? ആണോ? കുളിക്കാറായില്ലേ തമ്പുരാട്ടിക്ക് ഇതുവരെ? അത് അകത്തെ ജോലി ഒതുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരം പുലർന്നാൽ ആദ്യം ചെയ്യേണ്ടത് കുളിയാ. ഒന്നല്ല 1000 വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് നിനക്ക്. എന്നെ പ്രശംസിക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. വന്നേ. അയ്യോ മുത്തശ്ശി, വീട് മുത്തശ്ശി, എനിക്ക് വേദനിക്കുന്നു. അയ്യോ, ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. എന്താ കുട്ടി, എന്തിനാ കരയുന്നേ? മുത്തശ്ശി എന്റെ ചെവിക്ക് പിടിച്ചിട്ട്. ഈ കിടപ്പിൽ കിടക്കുന്ന ഞാനോ? ഇന്ന് എന്താണ് നിന്റെ സ്വപ്നം? കേൾക്കട്ടെ. അതോ, പറഞ്ഞാ എനിക്ക് ഭ്രാന്താണെന്ന് കരുതൂ. ചെറിയ ഭ്രാന്തൊക്കെ എന്റെ കുട്ടിക്ക് ഉണ്ട്. അത് ഈ മുത്തശ്ശിക്ക് അറിയാം. ഇന്ന് എവിടെയായിരുന്നു സ്വപ്ന സഞ്ചാരം? കൈലാസത്തില്. ഓ, അവിടം വരെ എത്തിയോ? പരമശിവനും പാർവതിയും കൂടെ മുത്തശ്ശിയുടെ കാര്യം സംസാരിക്കുന്നു. സ്വപ്നം കാണുന്നതിന് ഒരളവൊക്കെ ഇല്ലേ കുട്ടി? ഇങ്ങനെ അത്യാഗ്രഹം പാടുണ്ടോ? സത്യം, ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ദേവി ദേവി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് മുത്തശ്ശിക്ക് സുഖാവൂന്ന് ദേവി ഉറപ്പിച്ചു പറയുകയും ചെയ്തു. മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നീ, അത് മതി. പ്രാർത്ഥന മാത്രമല്ല, ഫലം ഉണ്ടാവും, എനിക്കറിയാം. മുത്തശ്ശി പഴയതുപോലെ ഇവിടെ എല്ലായിടത്തും എഴുന്നേറ്റ് നടക്കും, എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കും. നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലും പോവും, ദേവിയെ തൊഴും. എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല. അതെ, വെളുക്കാറായിട്ടില്ല, കിടന്നോളൂ. ഇനിയും സ്വപ്നം വല്ലതും ബാക്കിയുണ്ടെങ്കിലോ? ഇനി കിടക്കുന്നില്ല, ഞാനേ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരുന്നോളാം. ചെല്ലു പെണ്ണേ. വേണ്ട, കൂടി വന്ന ഇവിടെ മുത്തശ്ശിയെ തൊട്ട് ചാരിയിരുന്ന ഒരു മയക്കം, അത് മതി. ഈ കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വേറെ ഒന്നിനുമല്ല, നിന്റെ ഈ ഉത്സാഹമൊക്കെ കാണുമ്പോ നിന്റെ കൈപിടിച്ച് നടക്കാൻ ഒരു ആഗ്രഹം. ഒക്കെ നടക്കുന്നേ, നമ്മുടെ പ്രാർത്ഥന ദേവി നടത്തി തരാതിരിക്കില്ല. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പൊ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ? എന്റെ കൈയും കാലും മനസ്സും ഒക്കെ ആയിട്ട് എന്റെ കുട്ടി കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. അമ്മേ ഭഗവതി ദേവി കാത്തോളേ. ദേവി കാത്തോളേ.
വീണേ, ജാനകി മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമുണ്ട്. എന്ത് ചെയ്യാൻ നിന്റെ മുത്തശ്ശി? മുത്തശ്ശി മുറിയിലുണ്ട്. അല്ല, ദേശമംഗലത്തമ്മയെ കാണാൻ പോയതൊക്കെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. ക്ഷേത്രം എങ്ങനെയുണ്ട്? ഒരുപാട് ഭക്തരുണ്ടോ? അത്ഭുതങ്ങൾ എന്തെങ്കിലും കൺമുന്നിൽ കണ്ടോ? ഒക്കെ വിശദമായിട്ട് പറയാം, പോരെ? മതി മതി, മുത്തശ്ശി വാ. അമ്മേ മഹാമായേ, ഭക്തവത്സലേ, നീ തന്നെ ശരണം. ഊർമിളെ, മുത്തശ്ശി, ആ ജാനകിയോ, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് ജാനകി വിശേഷം? ഒന്നും പറയണ്ട. ദേശമംഗലത്തമ്മയുടെ തിരുനടയിൽ പോയിട്ട് അത്ഭുതങ്ങൾ എന്തെങ്കിലും കണ്ടുവോന്ന് ചോദിക്കായിരുന്നു ഇവള്. എന്തിനാ മറ്റത്ഭുതങ്ങൾ കാണുന്നത്? ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ലേ. ചക്രപാണി ഇപ്പോ പഴയ ആളെയല്ല. പിടിച്ചു വെച്ചിരുന്ന ആധാരങ്ങൾ മുഴുവൻ തിരികെ കൊടുത്തു. പണത്തിനോട് ഇപ്പോ ആർത്തിയേ ഇല്ല. സദാസമയവും എന്നെ ചുറ്റിപ്പറ്റി തന്നെ നടന്നോളും. നന്നായി. കുറച്ചു കാലം എല്ലാം മറന്ന് നടന്നാലും ദേവി തിരിച്ചറിവ് കൊടുത്തല്ലോ. ഊർമിളയ്ക്ക് വേണ്ടി എല്ലാ വഴിപാടുകളും ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ ശക്തി അപാരം തന്നെ. ആളുകളുടെ ഒഴുക്കൊന്ന് കാണണം. അതിശയിച്ചു പോവും. ഞങ്ങളും പോകുന്നുണ്ട് ദേശമംഗലത്തേക്ക്. പക്ഷേ മുത്തശ്ശി ഇങ്ങനെ കൊണ്ടുപോവില്ല. ദേശമംഗലത്തമ്മ മുത്തശ്ശി സുഖപ്പെടുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് കൈ പിടിച്ച് നടന്നു പോകും. അല്ലേ മുത്തശ്ശി? ഊർമിളയുടെ വിവരങ്ങൾ പറഞ്ഞപ്പോ തിരുമേനി പ്രത്യേകം പൂജിച്ചു തന്നതാ. അമ്മേ ഭഗവതി, ദേശമംഗലത്തമ്മയുടെ ചൈതന്യമുള്ള വിഗ്രഹം ഇവിടെ പൂജാമുറിയിൽ വെച്ചോളൂ. വാങ്ങിച്ചോളൂ കുട്ടി, നിന്റെ പ്രിയപ്പെട്ട ദേവതയല്ലേ. എന്തൊരു ചൈതന്യം! ഞാൻ സ്വപ്നത്തില് കാണാറുള്ളത് പോലെ തന്നെയാ. ഇവളെവിടെയൊക്കെയാണ് സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നതെന്ന് ജാനകിക്ക് അറിയോ? കൈലാസം കേറി ഇറങ്ങി വരാറുണ്ട്. അങ്ങനെയാ ഭക്തിയുള്ളവര്. ഞാൻ ഇതൊന്ന് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കട്ടെ, എന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. തിരക്ക് പിടിക്കേണ്ട, പോയിട്ട് വരൂ. അവളുടെ പിറന്നാളാ ഇന്ന്. ഇതിനേക്കാൾ വലിയൊരു സമ്മാനം അവൾക്ക് കിട്ടാനേ ഇല്ല. മക്കളെവിടെ? കാണാനേ ഇല്ല. ഞാൻ ഈ വീഴ്ച വീണതു മുതൽ അവര് വലിയ പരിഭ്രമത്തിലാ. നേരം വെളുക്കുമ്പോ അവര് രണ്ടുപേരും ഭാര്യമാരുമായിട്ട് ഇറങ്ങും. ഇന്നൊരു ക്ഷേത്രത്തിലാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ കുട്ടികൾക്ക് മടുത്തു തുടങ്ങിയോ എന്തോ. അങ്ങനെയുള്ള മക്കളെ കിട്ടുന്നതും ഭാഗ്യമല്ലേ? അതെ, ഇവിടെ ചുറ്റുപാട് എല്ലാവരും അതിശയത്തോടെ പറയും അവരുടെ കാര്യം. എന്തിന്? വീണമോളുടെ കാര്യം തന്നെ നോക്കി. വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിലായിരുന്നെങ്കിൽ അവളെ ഇങ്ങനെ അംഗീകരിച്ചു കൂടെ നിർത്തുവോ? അതിനും മടിച്ചില്ല എന്റെ മക്കള്. സത്യമാണ്. മൂത്ത ഏട്ടൻ അടിച്ചു തളിക്കാരിയിൽ ഒരു കുട്ടി പിറക്കുക. ഏട്ടൻ മരിച്ചു പോകുമ്പോ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് ഏറ്റെടുത്ത് വളർത്തുക, അതൊരു നിസ്സാര കാര്യമല്ല. ഞാനൊരു തീരുമാനം പറഞ്ഞപ്പോ അവരെതിർപ്പ് എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ വീണമോൾ ഇന്ന് എവിടെയെങ്കിലും ഒരു അനാഥ കുട്ടിയായിട്ട് വളരുമായിരുന്നു. ഈ നന്മയ്ക്കൊക്കെ കൂലിയുണ്ട് ഊർമിളെ. നോക്കിക്കോളൂ, ദേശമംഗലത്തമ്മ ഊർമിളയുടെ ആരോഗ്യമായിട്ടായിരിക്കും തിരിച്ചു തരിക. മക്കള് വന്ന് അവരെ കണ്ടിട്ടല്ലേ ജാനകി പോവും? തിരക്കില്ല, ഇപ്പൊ മനസ്സ് നിറച്ച സന്തോഷ. ഈ കുടുംബത്തിനകത്ത് വരുമ്പോ അത് ഇരട്ടിക്കുകയും ചെയ്യും. എല്ലാ വഴിപാടുകളും കഴിച്ചു അല്ലേ തിരുവേനി? എല്ലാം കഴിഞ്ഞിരിക്കണു. തമ്പുരാട്ടിക്കിപ്പോ എങ്ങനെയുണ്ട്? പഴയ പോലെ തന്നെ. നടക്കാനാവില്ല. എല്ലാം ശരിയാവും. ഞങ്ങൾക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ അതൊന്നു മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അമ്മയും കൂട്ടി ഈ നടയിലെത്താൻ സാധിക്കണം. അമ്മ കിടക്കുകയാണെങ്കിലും അമ്മയുടെ മനസ്സ് എപ്പോഴും ഇവിടെ തന്നെയാണ്. അറിയാം. ഊർമിളത്തമ്പുരാട്ടി അതിരാവിലെ ഇവിടെ ദർശനത്തിന് വരുമ്പോ ഇവിടെയുള്ളവർക്കും അത് ഐശ്വര്യമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു.
പറഞ്ഞതുപോലെ പ്രത്യേക വഴിപാടുകളെല്ലാം കഴിക്കണം. അമ്മയെ ഇനിയും ഒരുപാട് വർഷം ആയുരാരോഗ്യത്തോടെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കണം. ആയിക്കോട്ടെ. അമ്മേ ഭഗവതി. വരൂ. കണ്ടില്ലേ, മക്കളേതാ മരുമക്കളേതാ ഒരു വ്യത്യാസവും ഇല്ല. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന തന്നെ പ്രാർത്ഥന. അത് ഈ നാട്ടിൽ തന്നെ സംസാരമല്ലേ? യോഗം വേണം അതിനൊക്കെ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തമ്പുരാട്ടി അധികകാലം അങ്ങനെ കിടക്കാൻ പോകുന്നില്ല. ഇവരുടെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കുവോ? അമ്മേ ഭഗവതി. ജീവിതം ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു ഊർമിളെ. ഇപ്പൊ നേരെ മറിച്ച് എന്റെ മോന്റെയും മരുമോളുടെയും കൂടെ അവരുടെ സ്നേഹം അനുഭവിച്ചു കൂടണം എനിക്ക്. നമ്മൾ അമ്മമാരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് മക്കളല്ലേ? അവര് നേർവഴിക്കാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ തന്നെയല്ലേ? ഇനിയിപ്പോ ദേശമംഗലത്ത് അമ്മയ്ക്കുള്ള പൂജകൾ തന്നെയായിരിക്കും എന്റെ കുട്ടി ചെയ്യുക. ഞാനും നോക്കട്ടെ. ആ അമ്മേ. സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഭഗാരാധേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ. നിന്റെ പിറന്നാളായിട്ട് ക്ഷേത്രത്തിലെ പൂജ മുഴുവൻ നടത്തിയത് ഞങ്ങളാ കേട്ടോടി. അല്ല, പിറന്നാൾ ദിവസമായിട്ട് ഈ പ്രസാദം മാത്രമേ ഉള്ളൂ ഇളയിച്ചമാരുടെ സമ്മാനം എന്റെ കുട്ടിക്ക്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സമ്മാനമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇതങ്ങ് കൊടുത്തേക്ക്. ആ കൈയൊന്ന് കാണിച്ചേ. ഇതൊക്കെ എപ്പോ പണിയിച്ചു വെച്ചു? നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുമോ കുട്ടിയെ? ഇതും പിറന്നാൾ കുട്ടിക്ക്. മുത്തശ്ശി, സന്തോഷമായി മക്കളെ. എന്റെ കണ്ണടഞ്ഞു പോയാലും ഇവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. അതിനമ്മ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങള് വിട്ടിട്ട് വേണ്ടേ? അല്ലേടാ? സ്വത്തുക്കളൊക്കെ ഒന്ന് ഭാഗം വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അമ്മേ, സ്വത്ത് ഭാഗം വെക്കലൊന്നും വേണ്ട. അതൊക്കെ അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. അത് തന്നെ. അമ്മ ഇനി ഒരുപാട് കാലം ഞങ്ങളോടുകൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് പൂജാരി അങ്ങനെ ഒരു ഉറപ്പും തന്നിട്ടുണ്ട്. കേട്ടോ അമ്മേ, ക്ഷേത്രനടയിലെ അമ്മ മുമ്പ് ചെന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പൂജാരി പറഞ്ഞു. വീണ്ടും അവിടെ ചെല്ലാൻ കഴിയുമെന്നും പറഞ്ഞു. അക്കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല. ഇനിയിപ്പൊ ദേശമംഗലത്തമ്മയുടെ മുന്നിൽ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാ മതി. മുത്തശ്ശിയെ അമ്മ മഹാമായ നടത്തിച്ചോളൂ. അമ്മേ, ദേശമംഗലത്തമ്മേ, ഭഗവതി അനുഗ്രഹിക്കണേ. ഭഗവതി. പുതിയൊരു ദേവസാന്നിധ്യം കോവിലകത്ത് കാണുന്നുണ്ടല്ലോ, എന്താ അത്? പ്രതിഷ്ഠ പോലെയോ വെച്ചുപൂജ പോലെയോ എന്തെങ്കിലും ഒന്ന് പുതിയതായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ഉണ്ട് തിരുമേനി. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു കൂട്ടുകാരി വന്നിരുന്നു. അവർ ദേശമംഗലത്ത് അമ്മയുടെ ഒരു ചെറിയ വിഗ്രഹം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അതിപ്പോ പൂജാമുറിയിലുണ്ട്.
തടസ്സമാണല്ലോ കാണുന്നത്. ദേശമംഗലത്തമ്മയുടെ ശക്തി അപാരമാണ്. പൂജാവിധികൾ യഥാവിധി ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതിനെ അതിലംഘിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് തിരുമേനി? പറഞ്ഞാ മതി. ഇന്ന് രാത്രി തന്നെ ആ വിഗ്രഹം പൂജാമുറിയിൽ നിന്നെടുത്ത് മാറ്റണം. ഇനി ഒരിക്കലും സ്ഥാപിക്കപ്പെടാത്ത വിധം അത് ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയും വേണം. ചെയ്യാം. മറ്റു കാര്യങ്ങൾ? ഞാൻ തന്നയിച്ച പൊടി അമ്മയ്ക്ക് സ്ഥിരമായി കൊടുക്കുന്നില്ലേ? ഉണ്ട് തിരുമേനി, ഞാനും ഏട്ടത്തെയും അത് പകുതി വീതം കയ്യിൽ വെച്ചിരിക്കുക. അതെന്താ അങ്ങനെ? അല്ല, ഒരാള് മറന്നുപോയാലും മറ്റേയാൾ ഓർക്കുമല്ലോ. അതുകൊണ്ട് കൃത്യമായി അമ്മയെ കഴിപ്പിക്കുന്നുണ്ട്. എന്താ തിരുമേനി, പ്രശ്നം വല്ലതുണ്ടോ? നിങ്ങളുടെ ആവശ്യപ്രകാരം അമ്മയ്ക്ക് കൊടുക്കാനായി ആ പൊടി തന്നയിക്കുമ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ 1 മാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രശ്നവിധി പ്രകാരം മൃത്യു അകന്നാണ് നിൽക്കുന്നത്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? 1 മാസത്തിനകം അമ്മ മരിച്ചിരിക്കുമെന്ന് അങ്ങ് ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞതല്ലേ? അമ്മ പരമഭക്തയല്ലേ? പോരാത്തതിന് അതീവ ഭക്തിയോടെ അമ്മയ്ക്കൊപ്പമുള്ള ആ കുട്ടിയും. ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവാം മൃത്യു അകന്നു നിൽക്കുന്നത്. മൂത്ത മകൻ അടിച്ചുതള്ളിക്കാരിയിലുണ്ടായ കുട്ടിയെ അമ്മ അംഗീകരിച്ചു. അവളെ സ്വന്തം പേരക്കുട്ടിയായി വാത്സല്യത്തോടെ കൂടെ നിർത്തി. ആരുമറിയാതെ അമ്മയുടെ മരണം സംഭവിച്ചാൽ അടിച്ചുതള്ളിക്കാരിയുടെ മകളെ പുറത്താക്കാം. പിന്നെ കോവിലകത്തിന്റെ പരിപൂർണ നിയന്ത്രണം നിങ്ങൾക്ക് 2 പേർക്കും. അമ്മയെ അല്പാൽപമായി കൊല്ലുന്നതിന് ഇതൊരു കാരണമായി പറയാമെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അത് നിഷേധമാണ്. അപ്പോ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നാണോ പറയുന്നത്? നടക്കും. ഒരു കാര്യം ചെയ്യാം. തന്നയച്ച പൊടി ഇനി കൊടുക്കണ്ട. വീര്യം കൂടിയ ഒരു ഔഷധം നാം പരിചാരകന്റെ കയ്യിൽ കൊടുത്തുവിടാം. അത് കഴിച്ചാൽ മരണം സുനിശ്ചിതമാണ്. അമ്മയുടെ മരണശേഷം പരിഹാരക്രിയകൾ കൂടി അങ്ങ് ആലോചിച്ച് വെക്കണം. തിരുമേനി, ഞങ്ങൾക്ക് ദോഷമൊന്നും വരരുത്. അമ്മ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ ആളാണ്. അമ്മയ്ക്ക് മരണം ഒരു പുണ്യം പോലെയാ. അമ്മ മരണപ്പെടുകയും വീണെ ഇറക്കി വിടുകയും ചെയ്താൽ പിന്നെ സമാധാനത്തോടെ എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് അനുഭവിക്കാം. ആയിക്കോട്ടെ. കോവിലകം പരിപൂർണമായി സ്വന്തമായി കഴിയുമ്പോൾ നാം പറഞ്ഞ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരുന്നാൽ മതി. അതൊരിക്കലും ഉണ്ടാവില്ല. മരണം വരെയും അങ്ങ് തന്നെയായിരിക്കും നമ്മൾ നയിക്കുന്നത്. എങ്കിൽ മടങ്ങിക്കോളൂ. പരിചാരകൻ അവിടെ എത്തിക്കോളൂ. നകുലേട്ടാ, ഈ വീര്യം കൂടിയ മരുന്നെന്നൊക്കെ പറയുമ്പോ അമ്മയെ വേദനിപ്പിക്കുന്ന വല്ലതോ ആയിരിക്കോ? ഓ, ഏട്ടത്തിയുടെ ഒരു അമ്മ സ്നേഹം. കൊല്ലാൻ തീരുമാനിച്ച പിന്നെ വേദനിച്ചല്ലെന്താ, വേദനിച്ചില്ലെങ്കിൽ എന്താ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ 3 പേർക്ക് ആ മനസ്സുറപ്പുണ്ടെങ്കിലും എനിക്കത് കുറവാണ്. ഉവ്വ് ഓർമ്മയുണ്ടോ? അമ്മയെ അവസാനിപ്പിക്കാനുള്ള തന്ത്രം ജോത്സ്യനോട് ആദ്യം ചോദിച്ചത് ആരാണെന്ന്? ഏട്ടത്തി തന്നെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? തർക്കിക്കാൻ വേറെ ഒന്നും കണ്ടില്ല. കാര്യങ്ങൾ എന്തായാലും ഇത്രത്തോളമായി. ഇനി ജോത്സ്യം പറയുന്നത് മാത്രം മതി. അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. അടിച്ചളിക്കാരുടെ മകളെ ഏറ്റെടുക്കരുതെന്ന് ബന്ധുക്കൾ പറഞ്ഞതല്ലേ? നമ്മളോട് നേരിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബന്ധുക്കളോട് പലരോടും അമ്മ പറഞ്ഞു കഴിഞ്ഞു സ്വത്തിന്റെ നേർപകുതി അവൾക്കുള്ളതാണെന്ന്. അവളുടെ അമ്മ പിഴച്ചു പോയതിന് നമ്മുടെ സ്വത്തിന്റെ വിഹിതം എടുത്താണോ കടം വീട്ടുന്നത്? ഇതെല്ലാം സഹിക്കാം. ഇളയച്ചെന്ന് വിളിച്ചുകൊണ്ടുള്ള അവളുടെ സ്വാതന്ത്ര്യം എടുപ്പുണ്ടല്ലോ, അത് അസഹനീയവാ. നമ്മുടെ ഏട്ടൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ അടുത്തേക്ക് വരാൻ പോലും നമ്മൾ സമ്മതിക്കുമായിരുന്നു. ഈ കോവിലകത്ത് മാത്രമല്ല, വേറെ പലയിടങ്ങളിലും തമ്പുരാക്കന്മാർ ഇതുപോലുള്ള കമ്പം കാണിക്കാറുണ്ട്. അതിന്റെ ഫലം അനുഭവിക്കുന്നത് മുഴുവൻ ഞങ്ങൾ പെണ്ണുങ്ങളാ. ആ കാര്യത്തിൽ ഞാൻ ഏട്ടത്തിയുടെ കൂടെയാ. ഈ ദാസിമാരെ ഒളിഞ്ഞു നോക്കുന്നതിലും അടിച്ചു തളിക്കാരിയെ വീക്ഷിക്കുന്നതിലും ഒക്കെ എന്താണ് ഇത്ര സുഖം ഇരിക്കുന്നത്? രാധികയെ, ഞാനോ ഏട്ടനോ അത്തരം വഴികളിലൂടെ ഒന്നും സഞ്ചരിക്കാറില്ലല്ലോ. പിന്നെ നമ്മൾ 4 പേര് നിൽക്കുന്നിടത്ത് എന്തിനാ അത്ര ഒരു ചർച്ച? ഇനി 1 മാസം അമ്മയുടെ ആയുസിന് ജോത്സ്യം പറഞ്ഞിരിക്കുന്ന അവധി അതാ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മയുടെ ചടങ്ങുകൾ തീരാനൊന്നും ഞാൻ കാത്തിരിക്കില്ല. അതിനു മുമ്പ് അവളെ ഞാൻ അടിച്ചു പുറത്താക്കും.
ഇറങ്ങിപ്പോയി അലഞ്ഞു തിരിഞ്ഞാലും കുറെ കഴിയുമ്പോ കേറി വരില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? അവകാശം പറയില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? ജോത്സ്യര് തരുന്ന പൊടി അവക്ക് കൂടി നിർബന്ധിച്ച് കഴിപ്പിച്ചാലോ? അത് കൊള്ളാലോ ഏട്ടത്തി. ഏട്ടത്തി കഴിഞ്ഞ ജന്മത്തില് ശകുനിയോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുമ്പോ ചിലപ്പോ നല്ല ഉത്തരങ്ങൾ കിട്ടും. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. ഏട്ടാ, ഏട്ടത്തി പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കിയാലോ? നമ്മൾ നിർബന്ധപൂർവ്വം എന്തെങ്കിലും കൊടുത്താൽ അവളത് കഴിക്കാതിരിക്കില്ല. കഴിക്കാതിരിക്കില്ല. പക്ഷേ അമ്മയുടെ മരണത്തോടൊപ്പം അവളുടെ മരണവും കൂടി സംഭവിച്ചാൽ ഈ നാട് മുഴുവനും നമ്മൾ സംശയിക്കില്ലേ? അപവാദങ്ങൾ പറഞ്ഞു വരത്തില്ലേ? മുത്തശ്ശിയുടെ മരണത്തോടെ ചെറുമകൾ എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അത് കനത്ത ദുഃഖത്തിന്റെ പേരിലാന്ന് എല്ലാരും കരുതിക്കൊള്ളും. ആ, ഒരു മാസം കഴിയട്ടെ. എന്താ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. വരൂ. മുത്തശ്ശി പാല്. മോള് വെച്ചേക്കൂ, കുറച്ച് കഴിഞ്ഞു കുടിക്കാം. കഴിഞ്ഞോ നിന്റെ ജോലിയൊക്കെ? ഇന്ന് നേരത്തെ കഴിഞ്ഞു. ഇളയമ്മമാര് രണ്ടുപേരും അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നീ വെറുതെ പറയുക. കാര്യം സ്നേഹമുള്ളവരൊക്കെ തന്നെയാ. അടുക്കള ജോലിക്ക് രണ്ടുപേരുടെയും കൈ അനങ്ങില്ല. ആര് പറഞ്ഞു? അടുക്കളയിലിരുന്ന് അവര് ചെയ്യുന്നത് മുത്തശ്ശി ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടോ? അടുക്കളയിൽ അവര് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യും. പക്ഷേ മുത്തശ്ശിയുടെ കാര്യങ്ങൾ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കില്ലെന്ന് മാത്രം. അത് ഞാൻ തന്നെ ചെയ്യും. എന്നാലും അവർക്ക് മുത്തശ്ശിയുടെ എന്ത് സ്നേഹമാണെന്നറിയോ? മുത്തശ്ശിക്ക് പാല് കൊടുത്തോ മരുന്ന് കൊടുത്തോ എന്നൊക്കെ 100 തവണ ചോദിക്കും. രണ്ടുപേരും മാറി മാറി. പെരുമാറ്റത്തിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇന്നുവരെ ഒരു പിഴവും ഉണ്ടായിട്ടില്ല. എന്റെ മക്കളുടെ ഭാഗ്യം. മക്കളുടെ ഭാഗ്യം എന്നൊന്നും പറയണ്ട. ഈ കോവിലകത്തിന് ഒരു പ്രൗഢിയുണ്ടേ. ഇവിടുത്തെ ഊർമിള തമ്പുരാട്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെയാ അടുത്തു വരുന്ന ആളുകളൊക്കെ നല്ലവരായി തീരുന്നത്. ഈ രാത്രി നേരത്തെ എന്നെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞോളാവുന്ന നിനക്ക് നേർച്ച വല്ലതും ഉണ്ടോ? ആര് പുകഴ്ത്തി പറയുന്നു? എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. പാലുടിച്ചേ. ഇന്നിനി സ്വപ്നം വല്ലതും ഉണ്ടോ? കാണാൻ പോകുന്ന സ്വപ്നം എന്താണെന്ന് നേരത്തെ കുട്ടി എനിക്കെങ്ങനെ അറിയാം? കാണും, അതെനിക്ക് ഉറപ്പാ. അതില് ദേവി മഹാമായ ഉണ്ടാവുകയും ചെയ്യും.